ജനം ചോദിക്കണതേ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി രാഷ്ട്രീയഭാവി കളഞ്ഞു വന്നാ. അല്ലല്ല, അത് ഒരു തരത്തിലും നിങ്ങളത് വിശ്വസിക്കരുത്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞതല്ല, വാക്കുകളാണ്. അത് ഞാനിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാനത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. അത് 100% എനിക്ക് ഞാൻ ഷുവറായിട്ട് ആരുടെ മുന്നിലും ഞാൻ പറയും. ജസ്റ്റ് പിറ്റേ സംഭവിച്ചു അവിടെ പ്രശ്നം. അതാണ് എങ്ങനെയാ നല്ല ബന്ധത്തിലാണ്. നല്ല ബന്ധത്തിലുള്ള പണിയാ കൊടുത്തത്. അതെങ്ങനെ നിങ്ങളെ കൂടെ നടക്കുന്നവർക്ക് പണി കൊടുക്കും? അതാ പറയണേ, അത് ഞാൻ പറഞ്ഞല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഞാനിത് ഷാനവാസ് നിങ്ങൾ തമ്മിൽ അതിൽ വ്യക്തിപരമായ പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു പ്രശ്നവുമില്ല. ഷാനവാസ് മത്സരിച്ച പൂച്ചിക്കളയാൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു? ഷാനവാസ് മത്സരിക്കുന്ന വേറെ സ്ഥലത്താണ്, വേറെ പ്രസിഡന്റ് ആവുന്നതില്ലേ? ഇല്ല ഷാനവാസ് ഇല്ല. അത് ജസ്റ്റ് അത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങളോട് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. മുസ്തഫ തിരുത്താൻ ശ്രമിക്കുന്നത് തമാശ പറയില്ലേ. ഞങ്ങളുടെ ഓഡിയോ ഉണ്ട്, വേണമെങ്കിൽ വെച്ചുതരാം. അതായത് തമാശ പറയില്ലേ, നിങ്ങൾ തമാശ പറയില്ല, അല്ല നോക്കിക്കോ, നാളെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുസ്തഫക്ക് വിളിച്ചിട്ടുണ്ട്. അത് മുസ്തഫ എടുത്തില്ല. അല്ലല്ല, ഞാനിത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ മുസ്തഫക്ക് വിളിച്ചു. മുസ്തഫ ഫോൺ എടുത്തില്ല. മുസ്തഫയോട് പറഞ്ഞത് അതൊരു കൊച്ചു വർത്താനാണ്, അല്ലെങ്കിൽ വെറുതെ ഫ്രണ്ട്ലി ടോക്ക് ആണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇല്ല. മുസ്തഫക്ക് അതിനുശേഷം ഞാൻ വിളിച്ചു. മുസ്തഫ ഫോൺ എടുത്തില്ല. ആ സമയത്ത് തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മുസ്തഫക്ക് വിളിച്ചു. ആ കോൾ കട്ടിയതിനു ശേഷം മുസ്തഫക്ക് അപ്പൊ തന്നെ വിളിച്ചു. പറയാൻ വേണ്ടി വിളിച്ച, പക്ഷെ മുസ്തഫ ഓടത്തില്ല. അല്ല, ഈ ജീവിതം സെറ്റിൽമെന്റ്, ഈ മറ്റേ ഈ ഫ്രണ്ട്ലി ടോക്ക്, ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണം. ലൈഫ് അൺസെറ്റിൽഡ് ആയോ? അൺസെറ്റിൽഡ് ആയി സത്യം. ലീഗ് എന്നെ പുറത്താക്കി കാണും. ഞാൻ ലീഗുകാരനാണ്. ഇപ്പോഴും ലീഗുകാരനായിട്ട് തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ ഞാൻ ഇതുവരെ ആഗ്രഹിക്കുന്നില്ല. LDF ഞാൻ വീണ്ടും പറയുന്നു, ഒരു തരത്തിലും LDF ഞാൻ അഡ്മിറ്റ് ചെയ്യാത്ത ആളാണ്. അത് ഞാൻ എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്കും എന്നെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കും അതറിയാം. പക്ഷെ എൻ്റെ അടുത്തൊരു ബൈ മിസ്റ്റേക്ക് പറ്റി, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത് ഇത്രയും ഈ കാരണം ഞാൻ അറിഞ്ഞു ഇത് ഓപ്പൺ. ഒരു മിനിറ്റ്. ഇത് ഓപ്പൺ ഔട്ടാണ്. എല്ലാവരും ഇത് അവിടെ ഇരിക്കുകയാണ്. കാരണം ഇത് പേര് വായിക്കും, എല്ലാം അവിടെ അറിയുന്നതാണ്. ഞാനത് അറിഞ്ഞുകൊണ്ട് ഇത്രയും പൊതുസമൂഹം ഓൾറെഡി മീഡിയ അടക്കം ഉള്ള ഒരു സദസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്യേണ്ട, എനിക്ക് അങ്ങനെ ചെയ്യാനെങ്കിൽ ഞാൻ തലേദിവസം നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, അങ്ങനെ എനിക്കൊരു ഡീലാണെങ്കിൽ എനിക്ക് അവർക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് അസാധുവാക്കിയാൽ എനിക്ക് ആ ഒരു ആര് ഞാൻ ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മുസ്തഫയുടെ മുന്നിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതിന് മുന്നിൽ ജാഫറെ, താങ്കൾ പറയുന്ന ഒരു ഫ്രണ്ട്ലി ടോക്ക് ആണെന്ന് നമ്മൾ അംഗീകരിക്കാൻ വരുന്നു. താങ്കൾ തലേദിവസം പറഞ്ഞ ഓഡിയോ മുഴുവൻ പിറ്റേ ദിവസം യാഥാർത്ഥ്യമായി. അതാണ് പ്രശ്നം. രണ്ടാമത്തെ കേസ്, നിങ്ങൾ വിവരമുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, പൊതുപ്രവർത്തനം വർഷങ്ങളായി നടത്തുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം അവിടുത്തെ എല്ലാ രാഷ്ട്രീയം അറിയാവുന്ന ആളാണ്, ജയിക്കുമെന്ന് ഉറപ്പുണ്ടായി മത്സരിച്ച ആളാണ്, എന്നിട്ടൊരു ദിവസം മിസ്റ്റേക്ക് ഒന്നും ജനവിശ്വസിക്കില്ല. ജയിക്കുന്ന ഉറപ്പുള്ള ഒരു വാർഡായിരുന്നില്ല ഞാൻ മത്സരിച്ചത്. ഇത്രേ ഉള്ളൂ. ഞാൻ വ്യക്തമായിട്ട് പറയാം, രാവിലെ തന്നെ ഞാൻ UDF വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷാനവാസിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനസികവും എല്ലാ രീതിയിലും ഞാൻ തയ്യാറെടുത്ത് പോയാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പാനെ അടക്കം വണ്ടിയിൽ കയറ്റിയിട്ടാണ് പോയത്. എൻ്റെ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു. കാരണം ഞാനങ്ങനെ തെറ്റ് ചെയ്യാനേ പോകണമെങ്കിൽ എനിക്ക് ഇവരെ കൊണ്ടുപോയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ഉപ്പ അടക്കം അവിടെ ഇൻസൾട്ടായിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നോട് പോലും ഒരു വാക്ക് മിണ്ടാതെ പോയതാണ്. അവരെ വരെ ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം ഒരു തരത്തിലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യമില്ല. CPM-ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ടോ ഒരു തരത്തിലും, ഞാൻ ഉറച്ചു പറയുന്നു, ഒരു തരത്തിലും ഒരു ഡീലോ അല്ലെങ്കിൽ വേറെ വാഗ്ദാനത്തിൻ്റെ പുറത്താണോ വോട്ട് ചെയ്ത് ഒന്നും അല്ല. വീണ്ടും മത്സരിക്കുമോ? ഇപ്പം രാജിവെച്ചു ആ സീറ്റിലും വീണ്ടും തെരഞ്ഞെടുപ്പ് വരില്ല, മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, മത്സരിക്കില്ല. മുസ്തഫ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അതായത് ഈ മുസ്തഫ പറഞ്ഞല്ലോ, ഈ നമുക്ക് ഏതൊരു മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റുമെന്നൊക്കെ പറഞ്ഞു. തെറ്റ് പറ്റി, അപ്പൊ തിരുത്താനുള്ള അവസരമായിരുന്നല്ലോ വൈസ് പ്രസിഡന്റ്. അതാ പറഞ്ഞു, ആ സമയത്താണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഞാനായതുകൊണ്ട് മാനസികമായിട്ട് ഒരു പ്രഷറിലായിരുന്നു. അതിൻ്റെ പുറത്താണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന SI തന്നെ പറഞ്ഞു അവരെല്ലാവരും വട്ടം കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു.
ആ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവർ വീണ്ടും തോക്കുമെന്ന്. ഇല്ല. അപ്പൊ 2 തോൽവിയാവില്ലേ ആരും നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ പാർട്ടി വീണ്ടും തോക്കാൻ നിങ്ങൾ വീണ്ടും അത് എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഞാൻ വീണ്ടും അങ്ങനെ വന്നാലും ഇതാണല്ലോ, ടൈ ആണല്ലോ. കാരണം എൻ്റെ പറ്റിയ ഒരു മിസ്റ്റേക്ക്, ഞാൻ അത് മാനസികമായിട്ടും ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. അതിൻ്റെ പേരിൽ മാത്രം പോയതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം മത്സരിക്കുന്നത് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾ തന്നെയാണ്. കാരണം UDF എന്നുണ്ടെങ്കിലും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ മാനസിക സമ്മർദ്ദത്തിൻ്റെ മുകളിൽ മാത്രം പോയതാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു തരത്തിലും ഞാനിപ്പോഴും പറയുന്നല്ലോ, CPM-ഉമായിട്ട് ഒരു തരത്തിലും ഡീലും ഇല്ല. അവരിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷണത്തോട് നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തിനും ഞാൻ പറഞ്ഞില്ല, എന്തിനും തയ്യാറാണ്. കാരണം എൻ്റെ ഫോൺ ഞാൻ ആരുടെ കൂടെ ഉണ്ടായിരുന്നത്, ഫുൾ ടൈം എൻ്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന ആളല്ല, എൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടാവും, ആരെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനെ നടക്കുന്ന ആൾ. അതിൻ്റെ തലേ ദിവസം വൈകിട്ട് എനിക്കൊരു 4 മണിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. 4 മണിക്ക് ആ പരിപാടി കഴിഞ്ഞു. 5-6 മണിക്ക് ഞാൻ വടക്കാഞ്ചേരിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷാനവാസിൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് തിരിച്ച് വടക്കാഞ്ചേരി എൻ്റെ വീടിൻ്റെ അവിടേക്ക് വന്നത്. അവിടുന്ന് ഒരു മരണ വീട്ടിൽ പോയി രാത്രി 12 മണിക്ക് ശേഷമാണ് ഞാൻ വീട്ടിലെത്തിയത്. കാരണം നമുക്ക് ആളുകൾക്ക് എന്തും പറയാം. കാരണം ഞാൻ ഈ രാജിവെച്ചതിന് ശേഷം നാട്ടിൽ നിന്ന് പോരുന്നതാണോ? പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല. അതെന്താ പോകത്തെ? അല്ല, മാനസികമായിട്ടും ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ തലയുയർത്തി നടക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇത് തെളിയട്ടെ. തെളിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകും. ഞാൻ വീണ്ടും പൊതുപ്രവർത്തനം തുടരും. അത് ഒരിക്കലും അവിടെ മറ്റേ ഈ അപ്പോൾ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ ഉള്ളത്? ഇപ്പോൾ ഇവിടെ നാട്ടിലെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവിടെയൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പം ഒളിച്ച് താമസിക്കുന്ന ഇല്ല 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 ഇല്ല, ഞാൻ വൈഫ് ഹൗസിലുള്ളത്. വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കാൻ എന്ത് എല്ലാവരും വിളിച്ചിട്ടുണ്ട്.